ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ. കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധി, ഇന്നും ഞാൻ അവരെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയയ്ക്ക്. അതായത് ഇവരുടെ വീട് ചോരുന്നുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് ലിവിങ് ഏരിയയിലും ഋതപ്പൻ കിടക്കുന്ന റൂമിലുമൊക്കെ വെള്ളം ചോരുന്നുണ്ട് എന്ന്. എന്നാൽ വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ പേഴ്സണലി കുറ്റവും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞത് അത്യാവശ്യം നെഗറ്റീവായിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവർക്ക് ദാനമായി കൊടുത്തൊരു വീടാണത് അല്ലേ? ആ വീടിനെ ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് കുറ്റം പറയണത് ശരിയുള്ളൊരു പരിപാടിയല്ല. അഥവാ ഇനി ആ വീട്ടിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടാണ് പരിഹരിക്കാൻ നോക്കുന്നത്. അത്യാവശ്യം വർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അവിടെ ചോർച്ചയുണ്ട് ഇവിടെ ചോർച്ചയുണ്ട് അതിനെപ്പറ്റി വന്നിരുന്ന് കുറ്റം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇവിടെ പുറത്തു വരും. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം ഞാനിവിടെ വെളിയിൽ വിടാൻ പോകുന്നത്. ഈ വീട് വെച്ച് കൊടുത്തത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂ എല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വ്യക്തി ഫേസ്ബുക്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് രേണുവിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടാണ് ആ പുള്ളി വന്നിരുന്ന് സംസാരിച്ചിരിക്കുന്നത്. അതിനകത്ത് പല കാര്യങ്ങൾ രേണുവിനെ പറ്റി വന്നിരുന്ന് പറയുന്നുണ്ട്. ഈവൻ ഭീഷണി എന്ന് വരെ പറയുന്നുണ്ട്. അതായത് രേണു സുധി ആ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലൊക്കെ വരെ ആ വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം തന്നെ രേണു സുധിയുടെ വീഡിയോ ഒന്ന് കാണാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്ന അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പൻ കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളില് നന്നായിട്ടുണ്ട്, ലിവിങ്ങില്. കേട്ടല്ലോ, അതായത് ഹോളിൽ നല്ല രീതിയിൽ വെള്ളം ചോരുന്നുണ്ട്, ഋതപ്പൻ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം ചോരുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു വീടെന്ന് പറയണത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. നിങ്ങളുടെ കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള ഇൻ്റർവ്യൂവിനകത്ത് വാടക അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ വീട് കിട്ടിയ സമയത്ത് നിങ്ങൾ എന്താണ് വന്നിരുന്ന് പറയണത്? ലിറ്ററലി വന്ന് അതിനെ വരെ കുറ്റം പറയുവാണ്. ഇനി ഈ വീട് പണിഞ്ഞു കൊടുത്ത ആളുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം, അതിനുശേഷം സംസാരിക്കാം. നമസ്കാരം. ഇതിനു മുമ്പൊരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. കേട്ടല്ലോ, പച്ചക്കള്ളമാണ് അവർ വന്നിരുന്ന് പറയുന്നതെന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഈ ഫിറോസ് ഭായിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്ത സമയത്ത് പുള്ളി എന്നോട് സംസാരിച്ചു. കാര്യം വളരെ മനസ്സ് വിഷമിച്ചാണ് ഈ വ്യക്തി എന്നോട് സംസാരിക്കുന്നത്. അവസാന നിമിഷങ്ങളിൽ ആ വീട് പണിയാനായിട്ട് കാശ് തികയാതെ വന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്നാണ് ബാക്കി പൈസയും കൂടി ഇട്ടിട്ട് ആ വീട് പണി കംപ്ലീറ്റ് ചെയ്തതെന്ന്. അങ്ങനെ ചെയ്ത് തന്ന ഒരു മനുഷ്യനെ പറ്റി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി കള്ളം പറയാനായിട്ട് നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം നിങ്ങൾ ഇതുവരെയും ഇതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല. വില മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വീട് ഒരിക്കലും അങ്ങനെ കിടക്കത്തില്ല. ആ വീടിൻ്റെ കോലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ. ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ഇതിലെ വാക്കിയുടെ കേൾക്കാം. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. കാറ്റടിക്കുമ്പോൾ വെള്ളം ശീതമടിച്ച് അകത്ത് കയറുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ ചോർച്ച എന്ന് പറയണത്. എന്തിനാണ് നിങ്ങളിങ്ങനെ വന്ന് കള്ളം പറയുന്നത്? ഇവർക്ക് കള്ളം പറഞ്ഞ് എന്ത് കിട്ടാനാണ്?
ഭയങ്കര മോശമാണത്. എന്തായാലും ആ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യന് ആ ഒരു വീട്ടിൽ യാതൊരു വില ഇല്ലെന്ന് നമ്മൾ കണ്ടതാ. അവർക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തതാണ്. എന്നിട്ട് ആ ഒരു ചെറുക്കനെ ഇപ്പോൾ അവിടെ കേട്ടത്തില്ല. അവനൊരു സെപ്പറേറ്റ് റൂം പോലും ഇപ്പോൾ അവിടെ ഇല്ലാത്തൊരു സാഹചര്യമായി. അവൻ അവിടെ ചെന്ന് ആ കൊച്ചു പയ്യൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, നിന്റെ റൂം എവിടെ, നീ എവിടെയാണ് കിടക്കുന്നത്? അതായത് ഒരു അന്യരുടെ വീട്ടിൽ ചെന്ന് കയറുന്ന കണക്കായിരുന്നു അവൻ അവിടെ ചെന്നിട്ട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. കേട്ടല്ലോ, എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം ഇവർ ആ ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട്. അതായത് ഇവർ മിക്കപ്പോഴും ഇതുപോലെ എല്ലാ വർഷങ്ങളിലും 1-2 വീടുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് അവർക്ക് കുറ്റമാണ് കേൾക്കുന്നത്, ആ വീട് ചോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ രേണു ദൈവം പോലും പൊറുക്കത്തില്ല, ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ. ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നതിനൊക്കെ പറ്റി നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് ആ വീടെന്ന് പറയണത്. ഇപ്പോൾ 2 മക്കളുടെ പേരിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ട്. ബിക്കോസ് സുധിയുടെ ഭാര്യയാണ് നിങ്ങൾ, അല്ലേ? അപ്പം നിങ്ങൾ ഈ തലമറന്ന് എണ്ണ തേക്കുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു മനുഷ്യരും നിങ്ങളെ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞിരിക്കുമോ, ഇതൊന്നും അത്ര ശരിയുള്ള പരിപാടിയല്ല. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇപ്പം പട്ടി വിലയായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു വീട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ആ വീടിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, വളരെ മോശമാണ്. 2 ദിവസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇൻ്റർവ്യൂ, അതായത് രേണു സുധിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ആൾക്കാർ എന്നോട് പേഴ്സണലി ആ വീട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ഒരു വൃത്തിയുമില്ല, ആ രീതിയിലാണ് ആ വീട് മോശമായിട്ട് കിടക്കുന്നതെന്ന്. രണ്ടാമത്, ആ വീട് പണിഞ്ഞത് അത്ര ശരിയൊന്നുമല്ല, ആ വീട് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുക, പണിയൊന്നും അത്ര കറക്റ്റ് ആയിട്ടില്ല എന്ന തരത്തിൽ ഇവരുടെ വായിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ വൃത്തിയുടെ കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി പറയണത് സത്യമല്ലേ? ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത്
വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും, അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പം കേട്ടല്ലോ, അവിടെ വർക്ക് ഏരിയ ഇല്ല, വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പുള്ളി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ യൂട്യൂബേഴ്സിനെ വിളിക്കും, ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കും, അതായത് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന്. രേണു സുധിയെ പറ്റിയിട്ടാണ് ഈ പറയണത്. ഈ അന്ധമായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, ഇതൊന്ന് കേൾക്കുന്ന നന്നായിരിക്കും. നീയൊക്കെ വന്ന് ഞങ്ങളെയൊക്കെ തെറി വിളിക്കാൻ നിൽക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്ത് വന്നിരുന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഇവർ ഈ ഒരു പദ്ധതി ഏറ്റെടുത്തതും അവർക്ക് വീട് വെച്ച് കൊടുത്തതും. എന്നിട്ട് ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ? വർക്ക് ഏരിയ ഇല്ലെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചെന്ന് ഒന്നും പറയാനില്ല. കാര്യം ഞാനൊക്കെ ഇനി കൂടുതലായിട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ കള്ളന്മാർ. സാധാരണ സോഷ്യൽ മീഡിയയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിയും, നമ്മുടെ മണ്ടയിലോട്ടാവും. നീയാണ് ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചത്, നീയാണ് ഇങ്ങനെ, നീ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് അവർക്കെല്ലാം നഷ്ടമായത്, ആ ഒരു രീതിയിലോട്ട് പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ ഒരു മോശമായിട്ടുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ഇവരെ എന്താ പറയണ്ട സ്ത്രീത്വത്തെ അപമാനിക്കുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തു വെച്ച് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എടുത്തു വെച്ച് സംസാരിക്കാനായിട്ടുള്ളത്, ഞാൻ കഴിവതും ഞാൻ ഒഴിവാക്കത്തേ ഉള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആ ഒരു മനുഷ്യൻ ഈ ഒരു വഴി കേൾക്കുന്നത് ഒന്നും പറയാനില്ല. എന്തായാലും കിച്ചുവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ ആ ഒരു വീഡിയോ അറിഞ്ഞുകൊണ്ടിട്ടതാണ്. കിച്ചുവിനെ കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കോൺടാക്ട് ചെയ്ത സമയത്ത് കിച്ചു തന്നെ പറഞ്ഞു, ചേട്ടാ ഞാനത് അറിഞ്ഞുകൊണ്ടിട്ട ഒരു പരിപാടിയാണ്. ഞാനല്ല കോൺടാക്ട് ചെയ്തത്, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, വരും ദിവസങ്ങളിൽ ഞാൻ പറയാം അതിനെപ്പറ്റി. ഞാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ശീതളടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നു, അതിൻ്റെ മെയിൻ്റെനൻസും ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഏകദേശം 9 മിനിറ്റാണ് ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫിറോസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫേസ്ബുക്കിൽ കിട്ടും. ഇപ്പം പോപ്പുലർ സെർച്ചിൽ തന്നെ നിൽപ്പുണ്ട്. എന്തായാലും വേറെ ഒന്നും എനിക്കിതിൽ കൂടുതൽ പറയാനില്ല. നമ്മൾ നല്ലതെന്നും പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നതെല്ലാം അത് ദോഷമായിട്ട് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഞാൻ ഈ പുള്ളിയെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എൻ്റെ അടുത്ത് കരഞ്ഞില്ലെന്നേ ഉള്ളൂ. അത്രത്തോളം മാനസികമായിട്ട് പുള്ളിക്കാരൻ ഡൗൺ ആയിരുന്നു. പുള്ളി പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല, കയ്യിൽ നിന്ന് വരെ ഞാൻ കാശെടുത്തിട്ട് ഞാൻ ശരിയാക്കിയൊരു വീടാണ്, അതിനെപ്പറ്റി അവർ ഇങ്ങനെ വന്ന് പറയേണ്ട ഒരാവശ്യവും അവർക്കില്ലായിരുന്നു എന്നായിരുന്നു ഈ ഫിറോസ് ഭായ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.